ഗൈസ്, രാവിലെ എണീച്ചാൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ എന്തായാലും കിട്ടണം കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ദാ ഈ ഒരു കസേരയിൽ ഇരുന്ന് കുടിച്ചാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും കാച്ചി ഞാൻ ആ കൊമ്പത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ പുട്ടായിരുന്നേ, അമ്മ ഇവിടെ പുട്ട് ചുടുകയാണ്. ഏട്ടനാണെങ്കിൽ ജിമ്മ് പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഏട്ടന്റെ ഒപ്പം രാവിലെ പോകുന്നില്ല കേട്ടോ. കാര്യം വേറെ ഒന്നല്ല, എന്റെ ജിം പാർട്ട്ണർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആളിപ്പോ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജിമ്മ് പോകും. അങ്ങനെ എല്ലാരും പോയതിന് ശേഷം എനിക്ക് എന്റേതായ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ ആദ്യത്തെ പണിയാണ് ഈ തുടക്കല്. വേഗം വേഗം ഓരോന്നായിട്ട് ഞാൻ ചെയ്തു തീർക്കുന്നുണ്ട്. ഏട്ടൻ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരുന്നത്. പുട്ടും കടലക്കറിയും അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. ജിമ്മില് രാവിലെയാണ് പോകുന്നതെങ്കിൽ ഒടുക്കത്തെ വിശപ്പാണ് കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ പോവാഞ്ഞതുകൊണ്ട് വല്ലാണ്ടങ്ങ് വിശന്നില്ല. അതുകൊണ്ട് ഒരു കഷ്ണം പുട്ട് മാത്രമേ കഴിച്ചുള്ളൂ. മേശപ്പുറത്തിരുന്ന ഒരു പഴത്തിനെയും ഞങ്ങൾ വെറുതെ വിട്ടില്ല, 2 കഷ്ണാക്കി അതും കയറ്റി. പണ്ടറത് വായിലിട്ടിട്ട് ചവയ്ക്കാൻ പറ്റണ്ടേ, വലിയ കടിയായി പോയി കടിച്ചത്. പഴം തൊണ്ടയെ കുടിച്ച് ചത്തേനെപ്പം. ചില ദിവസങ്ങളിലെ എനിക്ക് രാവിലെ എണീറ്റ് കുളിക്കാനുള്ള മൂടായിരിക്കും കേട്ടോ. ആ ചിന്ത വന്ന ആ സ്പോട്ടിൽ തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോകും. എന്നാൽ ചില ദിവസങ്ങളിൽ, അതായത് ഇതുപോലുള്ള ദിവസങ്ങളിൽ രാവിലെ ചായ കഴിഞ്ഞാലും ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാലും ഇനിയിപ്പോൾ വൈകിട്ട് ചായ കഴിഞ്ഞാലും കുളിക്കാനുള്ള മൂഡ് അങ്ങോട്ട് വരില്ല. ആ സമയങ്ങളിൽ ഞാൻ കുളി ചെറുതായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യും. കുളിക്കാനുള്ള മൂഡ് എനിക്ക് എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ കേട്ടോ. അത് എത്ര പെട്ടെന്നാലേ ഉച്ചയായത്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ്. ഒരു തട്ടിക്കൂട്ട് സാമ്പാറും സൂത റോസ്റ്റും ചീര ഉപ്പേരിയായിരുന്നു കേട്ടോ. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മൊത്തം ചിന്തയും വൈകിട്ട് ജിമ്മ് പോണല്ലോ എന്നുള്ളതായിരുന്നേ. സത്യം പറഞ്ഞാൽ രാവിലെ ഏട്ടന്റെ ഒപ്പം പോയി രാവിലെ കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു. പിന്നെ വൈകിട്ട് നമ്മൾ പോകണ്ടല്ലോ. ചെറുതായിട്ട് മടി പിടിച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ മടി പിടിച്ച് വീട്ടിലിരുന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇതാ ജിമ്മിൽ എത്തിയിട്ടോ. പിടിച്ച മടി അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആകെ സൈഡായി. വെള്ളം എടുക്കാൻ പോകാൻ വരെ വയ്യാണ്ടായി. അതുകൊണ്ട് ചേച്ചിനോട് ഇങ്ങോട്ട് ഉരുട്ടി വിടാൻ പറഞ്ഞു. ആ വെള്ളം പോയാ പോക്ക് നോക്കി സബാഷ്. അപ്പോ ടാറ്റാ.